ഇതൊരു 9 ദിവസം. 9 ദിവസം എന്ന് പറഞ്ഞാൽ ഒരു രാത്രിയും പകലുമായിട്ട്. രാത്രിയും പകലുമായിട്ട് അപ്പൊ കണക്കൂടുമ്പോൾ ഒരു 18 ദിവസത്തെ അങ്ങനെ ഫൈബറിനകത്താണ് ഇത് ചെയ്തേക്കുന്നത്. ഈ മേഖലയിലാണോ വർക്ക് ചെയ്യുന്നത്? ഈ ഒരു മേഖലയിലാണ് വർക്ക്. കൂടുതലും വർക്ക് ചെയ്യുന്നത് അമ്പലത്തിന്റെ ക്ഷേത്രത്തിന്റെ ഒക്കെ വർക്കാണ്. അപ്പം ഇവിടെ കോഴഞ്ചേരിയിൽ ഒരു അയ്യപ്പന്റെ ചിത്രം വരച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ദീപം തെളിയിക്കാനായിട്ട് വന്നത് കുമ്മനം രാജശേഖരൻ എന്ന് പറയുന്ന അദ്ദേഹമാണ്. അപ്പൊ അങ്ങനെ കണ്ടിട്ട് അവിടെ വെച്ച് എൻ്റെ അടുത്ത് ചോദിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവിടെ നമ്പർ മേടിച്ചു. അപ്പൊ ഇങ്ങനെ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് അത് കഴിഞ്ഞിട്ട് എന്നെ വിളിച്ച് പറഞ്ഞു. അങ്ങനെ സംസാരിച്ചു. അങ്ങനെയാണ് ഈ ഒരു ശില്പത്തിന്റെ നിർമ്മാണത്തിലേക്ക് എത്തുന്നത്. ഈ വലിയൊരു നിർമ്മാണം ആദ്യമായിട്ടാണ് അത്? ഇത് ഒരു ഒരു പ്രതിഭ എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ഒരു, അല്ലെങ്കിൽ ഒരു ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഇത്ര സൈസിലുള്ളൊരു ഹെഡ് ആദ്യമായിട്ട് ചെയ്യാം. അപ്പോൾ ഒരുപാട് അനുഭവങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ ഒരു പരിചിതമല്ലാത്ത, റെഫർ ചെയ്യാൻ സമയമില്ല. വളരെ ഫാസ്റ്റ് ആയിരുന്നു നിർമ്മാണം. ഒരുപാടധികം കഷ്ടപ്പെട്ടു. നല്ല പ്രഷർ ഉണ്ടായിരുന്നു. ആ ഒരു ഫേസ് നമുക്ക് എന്ന് പറഞ്ഞാൽ നേരിട്ട് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് എങ്ങനെ ഏത് രീതിയിൽ എടുക്കും എന്നുള്ളത് അവതരിപ്പിക്കാൻ ഒരു ബുദ്ധിമുട്ട്. അഭിപ്രായങ്ങളൊക്കെ എങ്ങനെയുണ്ട് ആളുകളുടെ? അഭിപ്രായം നല്ല അഭിപ്രായമായിരുന്നു. നമ്മൾ വിചാരിച്ചില്ല അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടാവും. നല്ല രീതിയിലുള്ള നല്ലൊരു അഭിപ്രായമാണ്. എൻ്റെ സ്ഥലം അടൂര് കഴിഞ്ഞിട്ട് ഏനാത്ത് മണ്ണടി എന്ന് പറയും. ഏനാത്ത്. ഇതിന്റെ നിർമ്മാണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫൈബർ ഗ്ലാസിനകത്താണ് ചെയ്തേക്കുന്നത്. ഈ ബോട്ടിന്റെ ഒക്കെ ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ഒരു റെസിന, അതൊരു കെമിക്കലും എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള. ആദ്യമേ മണ്ണിനകത്ത് അതിൻ്റെ ഒരു ക്ലേക്കകത്ത് മോൾഡ് ചെയ്ത് എടുത്തിട്ട് പിന്നെ അതിനെ ഫൈബർ വെച്ച് മോൾഡാക്കി പിന്നാണ് ഫിനിഷിംഗ് ആക്കി എടുക്കുന്നത്. നല്ലൊരു ടൈം എടുക്കും വർക്ക്. പെയിന്റിംഗ് ഒക്കെ അത് കഴിഞ്ഞു? പെയിന്റിംഗ് അല്ലാതെ കഴിഞ്ഞിട്ട് അത് സ്പ്രേ ചെയ്യുക. എത്ര ദിവസം എടുത്തു? ഇതിപ്പോ ഒരു രാത്രി പകലുമായിട്ടൊരു 9 ദിവസം. 9 ദിവസം എന്ന് പറഞ്ഞാൽ രാത്രി പകലുമായിട്ട്. ഒറ്റയ്ക്കാണ് അതിന്റെ എല്ലാം? സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയപ്പോൾ ഒറ്റയ്ക്കായിരുന്നു. പിന്നെ അതിന്റെ ഫിനിഷിംഗ് വർക്കിൽ അച്ഛനുണ്ടായിരുന്നു, പിന്നെ അളിയനുണ്ടായിരുന്നു. അതിൽ ആൾക്കാർ ഇതിൽ അന്വേഷിച്ചു എന്ന് പറഞ്ഞു, ചെയ്ത ആരാണെന്നൊക്കെ. അങ്ങനെയാണ് ഇന്ന് ഇവിടെ നിന്ന്. പിന്നെ ഓർഡർ വർക്കുകളൊന്നും അങ്ങനെ ആരും ചോദിച്ചൊന്നുമില്ല, അറിയത്തില്ല.